ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം. അയ്യോ, ബലാത്കാരം എന്ന് ഞാൻ നിലവിളിക്കുന്നു, കേൾപ്പൂരില്ല എന്ന വചനമാണ്. ഭക്തനായ മനുഷ്യൻ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും അനുഭവിക്കുന്ന വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ഇത് അനീതിയാണെന്നും ഇത് ബലാത്കാരമാണെന്നും ആഴമായ നിലവിളിയോടുകൂടി സംസാരിച്ചിട്ടും തന്നെ കേൾപ്പാനായിട്ട് ആരുമില്ലാത്ത ഒരേകാന്തതയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു എന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, യാക്കോബിൻ്റെ മകനായി യോസേപ്പ് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ വച്ച് ആഴമായ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ബലാത്കാരമാണ്, ഇത് അനീതിയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആഴമായ നിലവിളിയോടുകൂടി സംസാരിക്കുമ്പോൾ തന്നെ കേൾക്കുവാൻ ആരുമില്ലാത്ത പശ്ചാത്തലത്തിൽ ഒരു കാരാഗൃഹത്തിലേക്ക്, ഒരേകാന്തതയുടെ അനുഭവത്തിലേക്ക് യോസേപ്പ് കടന്നു പോകേണ്ടി വന്നു എന്നതാണ്. ലേഖനങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ പൗലോസിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നത് പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്ന ഒന്നിനു പിന്നാലെ ഒന്നായുള്ള അനവധി പ്രതിസന്ധികളുടെ നടുവിൽ ഇത് ബലാത്കാരമാണ്, ഇത് അന്യായമാണ് എന്ന് പൗലോസ് പറയുവാൻ പരിശ്രമിച്ചുവെങ്കിലും തന്നെ കേൾക്കുവാൻ ആരുമില്ലാത്തതായ അവസ്ഥയിൽ താൻ കാരാഗൃഹത്തിനകത്ത് ഏകാന്ത തടവറയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ, ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ വരുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇത് ന്യായമല്ലാത്ത പ്രവൃത്തിയാണെന്നൊക്കെ പറയുവാൻ പരിശ്രമിക്കുന്നു എങ്കിലും അതാരും കേൾക്കുവാൻ മനസ്സ് കാണിക്കാതിരിക്കുകയും തന്നെ പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് തന്നെ തള്ളിക്കളയുകയും ചെയ്യുന്നതായ പശ്ചാത്തലമാണ്. യോസേപ്പിനോടുകൂടെ കാരാഗൃഹത്തിൽ ചിലരുണ്ടായിരുന്നു, പൗലോസിനോടുകൂടെ കാരാഗൃഹത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. യോഹന്നാനോടുകൂടെ തികച്ചും ശൂന്യതയുടെ മണ്ഡലമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സഹായിപ്പാൻ ആരുമില്ലാത്ത ഇടത്ത് യഥാർത്ഥമായി ഇത് ബലാത്കാരമാണെന്ന് പറഞ്ഞ് നിലവിളിക്കുകയും എൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾപ്പാൻ ആരുമില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്ന ഇടത്ത് യോസേപ്പിന് വേണ്ടി കാരാഗൃഹത്തിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. പൗലോസിനു വേണ്ടി കാരാഗൃഹത്തിനകത്ത് വെളിപ്പെട്ട ഒരു ദൈവമുണ്ട്. യോഹന്നാനു വേണ്ടി പത്മോസിൽ വ്യക്തമായ തലത്തിൽ ഇറങ്ങിച്ചെന്ന് വെളിപ്പാടുകൾ നൽകിക്കൊടുത്ത് അവിടെ നിന്ന് യോഹന്നാനെ പുറത്തു കൊണ്ടുവന്ന ഒരത്യുന്നതനായ ദൈവമുണ്ട്. ഇന്ന് പകലിൽ ഈ സന്ദേശത്തിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു ഏകാന്ത ജീവിതത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ, ബലാത്കാരം അനുഭവിച്ച് നിലവിളിച്ചിട്ട് ആ നിലവിളിയുടെ ശബ്ദമൊന്ന് കേൾപ്പാൻ പോലും
ആരുമില്ലാതെ സങ്കടപ്പെടുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് യോസേപ്പിന് വേണ്ടിയും പൗലോസിന് വേണ്ടിയും യോഹന്നാനു വേണ്ടിയും മാത്രമല്ല, മോശയ്ക്ക് വേണ്ടിയും ദാവീദിന് വേണ്ടിയും ദാനിയേലിന് വേണ്ടിയും വെളിപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് ഏകാന്തതയുടെ മണ്ഡലത്തിനകത്ത് ആ ദൈവസാന്നിധ്യം നിങ്ങളെ സ്വാന്തനപ്പെടുത്തുകയും നിങ്ങളെ നിന്ദിച്ചവരുടെയും പഴിച്ചവരുടെയും മുൻപിൽ നിങ്ങളുടെ തലയുയർത്തി നിൽപ്പാനുള്ള കൃപ ദൈവം നൽകുകയും ചെയ്യും. ആ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ ചേർത്ത് പിടിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, നല്ല സന്ദർഭത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനവധി ഭക്തന്മാരുടെ ജീവിതത്തിൽ ഏകാന്തതയുടെ മണ്ഡലത്തിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ മുമ്പിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ ദൈവവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.